കിഫ്ബി കേരളത്തിൻ്റെ വ്യവസായ സാമൂഹ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് സഹായകരമായിട്ടുള്ള സംവിധാനമാണ്. സംസ്ഥാന വരുമാനത്തിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഒരു ബോഡി കോർപ്പറേറ്റ് ധനകാര്യ സ്ഥാപനമായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി സംസ്ഥാന വികസനത്തിൽ ഇതിനോടകം ഗണ്യമായ പങ്ക് വഹിച്ചു കഴിഞ്ഞു. കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഇതിനോടകം 10,000 കോടി വരുമാനം ലക്ഷ്യം വച്ചുള്ള പദ്ധതികളാണ് വ്യവസായ വാണിജ്യ വകുപ്പിൽ പൂർത്തിയാക്കുന്നത്. 7 സെക്ടറുകളിലായി 41 PSU ഇംപ്ലിമെന്റ് ചെയ്ത 405 പ്രോജക്ടുകൾ ഇതിലുൾപ്പെടുന്നു. കളമശ്ശേരി മണ്ഡലം വലിയ തോതിലുള്ള വികസനത്തിന് ഭൂമികയായി മാറിയത് കിഫ്ബി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഏറെക്കാലത്തെ നാടിൻ്റെ പൊതുവായ ആവശ്യമായിരുന്നു മധ്യ കേരളത്തിൽ ക്യാൻസറിൻ്റെ ഒരു അത്യാധുനികമായിട്ടുള്ള ചികിത്സാ ഗവേഷണ കേന്ദ്രം വേണമെന്നുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളോടെ ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് കൊച്ചി ക്യാൻസർ സെൻറ്റർ മാറിയത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. അതൊരു സഹകരണ മേഖലയിലായിരുന്നു. ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും ആ പ്രഖ്യാപനമല്ലാതെ ഉള്ളടക്കത്തിലോ പ്രവർത്തന രീതിയിലോ സൗകര്യങ്ങളിലോ മാറ്റങ്ങളുണ്ടായിരുന്നില്ല. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പൂർത്തിയായിരിക്കുന്നു. ഉപകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് ആ പദ്ധതി മാറിയിരിക്കുന്നു. ഷോർട്ട് ടേം പ്രോജക്ട് 2659 കോടി രൂപയ്ക്കും മീഡിയം ടേം, ലോങ് ടേം ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾക്ക് 2833 കോടി മുതൽ 3974 കോടി രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. 10 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഈ പ്രോജക്റ്റുകളിൽ PSU പ്രതീക്ഷിക്കുന്നത് 17,538 കോടി രൂപ വരുമാനവും 5000 തൊഴിലവസരങ്ങളുമാണ്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിനാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഊന്നൽ നൽകിയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലുള്ള മുതൽ മുടക്ക് പരമാവധി വർദ്ധിപ്പിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിവേഴ്സിറ്റിക്ക് 400 കോടിയോളം രൂപയുടെ സാമ്പത്തിക പിന്തുണ സർക്കാർ നൽകുന്നത്. കൊച്ചി സർവകലാശാലയിലെ അത്യാധുനികമായ ലാബ് സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ വനിതാ ഹോസ്റ്റൽ സൗകര്യം, ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സെൻറ്റർ ഓഫ് എക്സലൻസ്, ട്രാൻസ്ഫോർമേഷൻ ലാബുകൾ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിൽ 400 കോടി രൂപയോളം കിഫ്ബി ഫണ്ട് വഴിയാണ് നൽകിയിട്ടുള്ളത്. ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നത് കിഫ്ബി മുഖാന്തരമാണ്. പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഈ ഫണ്ടുകൾക്ക് സർക്കാർ അധീനതയിലുള്ള ഭൂമി ഈടുവച്ചും
ലോൺ മുഖാന്തരവുമാണ് കിഫ്ബി ശ്രമിക്കുന്നത്. തീരദേശത്തിന്റെ മുഖ്യ പ്രശ്നമായ തീരം കടലെടുക്കുന്നത് തടയാനായി 5300 കോടി രൂപയുടെ തീരദേശ സംരക്ഷണ പദ്ധതി കിഫ്ബി വഴി ആരംഭിച്ചു. കേരളത്തിൽ ആദ്യമായി ചെല്ലാനത്ത് ടെട്രോപോർട്ട് സംവിധാനം ഏർപ്പെടുത്തി 7.5 കിലോമീറ്ററിന് വേണ്ടി 345 കോടി രൂപ കിഫ്ബി വഴി ചിലവഴിച്ചു. കൊല്ലത്തെ തുടർച്ചയായി കാത്തിരിപ്പായിരുന്നു സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ വികസനം. ആ വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അത് സീപോർട്ടുമായി ഇന്ന് എയർപോർട്ടിലേക്ക് ബന്ധപ്പെടുത്തുന്ന റോഡായി വികസിപ്പിക്കുന്നതിന് കിഫ്ബിയുടെ ഫണ്ട് അത് നല്ല രീതിയിൽ തന്നെയുള്ള അലോക്കേഷൻ ഉണ്ടായി. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ HMT NID പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സീപോർട്ട് എയർപോർട്ട് റോഡും ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അതോടൊപ്പം തന്നെ തൊഴിൽ എടുക്കാൻ തൊട്ടടുത്തുള്ള വർക്ക് സ്പേസുകൾ വികസിപ്പിക്കുക, അതിനാവശ്യമായ ഫണ്ടും കിഫ്ബിയുടെ ഭാഗമായി കളമശ്ശേരിയിൽ വകയിരുത്തിയിട്ടുണ്ട്. കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകളിലെ ഏറെക്കാലത്തെ പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റേത്. അതിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്ന് പല ഘട്ടങ്ങളിൽ നാട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഫണ്ട് ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട തടസ്സമായിരുന്നു. ഇതിനു പുറമെ തിരുവനന്തപുരത്തെ പൂന്തുറയിൽ ജിയോ ട്യൂബും സ്ഥാപിക്കുകയുണ്ടായി. കൂടാതെ കേരളത്തിലെ ടെക്സ്റ്റൈൽ കൈത്തറി മേഖലയിൽ കൂടുതൽ നിക്ഷേപം കണ്ടെത്താനുള്ള ശ്രമവും വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കേരളം ഹൈടെക് നിർമ്മാണങ്ങളുടെയും വിജ്ഞാന പ്രവർത്തനങ്ങളുടെയും ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ മുതൽ ചിപ്പ് വരെ സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റൈൽ മേഖലയുടെ പുരോഗതിക്കായി പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് കിഫ്ബി. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ കേരളം ആഗോള വ്യവസായ ഭൂപടത്തിൽ ഇടം പിടിക്കുകയുണ്ടായി. $50 കോടിയോളം രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് കിഫ്ബി പദ്ധതി. അതിന് ആദ്യഘട്ട ടെൻഡറിങ് കഴിഞ്ഞു, നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് വരികയാണ്. അപ്പോൾ നാടിൻ്റെ മുഖച്ഛായ ആകെ മാറ്റിയെടുക്കുമതിൽ പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, കുടിവെള്ള പ്രശ്നത്തിൽ, പശ്ചാത്തല സൗകര്യ മേഖലയ്ക്കകത്തെല്ലാം നിർണായകമായ മാറ്റങ്ങൾക്ക് കിഫ്ബി സംവിധാനം സഹായകരമായി. കളമശ്ശേരി പഴയ കളമശ്ശേരി അല്ലാതായി മാറിയത് കിഫ്ബിയുടെ പിൻബലത്തോടു കൂടിയാണ്. വിഴിഞ്ഞത്തിന്റെ വികസനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ ഇടനാഴിക്ക് കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ഉത്തരവാദിത്വ വ്യാവസായിക വളർച്ചയ്ക്ക് കൂടുതൽ ഊർജവും ദിശാബോധവും ഉറപ്പാക്കി വ്യാവസായിക സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വ്യാവസായിക വകുപ്പ് ഏറെ മുൻപന്തിയിലാണ്.
വ്യവസായ പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനത്തിൽ കിഫ്ബി ഫണ്ട് വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതിയാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി എന്നുള്ളത്. കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിച്ചു. 1710 കോടി രൂപയാണ് അവിടെ സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഈ പണം പൂർണ്ണമായും കിഫ്ബി ഫണ്ടിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനും നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന ഖ്യാതി നേടാനും ഇതുപകരിക്കുന്നതാണ്. ഇതിനായി കിഫ്ബി മുന്നിട്ടിറങ്ങി അനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭാവി കേരളത്തിന്റെ ശോഭനമായ സൃഷ്ടിക്ക് ഇവ മുതൽക്കൂട്ടാകും. എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ്, ലോജിസ്റ്റിക്സ്, മെരിടൈം ആൻഡ് പാക്കേജിംഗ്, ഫാർമ, മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ബയോടെക്, പുനരുപയോഗ ഊർജം, ആയുർവേദം, ഫുഡ് ടെക്, ഉയർന്ന മൂല്യവർദ്ധിത ടയർ ഉൽപ്പന്നങ്ങൾ എന്നിവ കിഫ്ബിയുടെ സഹായത്തോടെ ഉയർച്ചയുടെ പടിവക്കിലാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ സിറ്റി കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലെങ്കിലും അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലുള്ള പണം 800 കോടിയോളം രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു തത്വത്തിലുള്ള അനുമതിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വ്യവസായ വികസനത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ കണ്ണൂർ മേഖലയ്ക്കകത്തുള്ള കിൻഫ്രയുടെ വ്യവസായ പാർക്ക് വികസിപ്പിക്കുന്ന കാര്യത്തിലും മട്ടന്നൂർ വ്യവസായ പാർക്കിൻ്റെ കാര്യം, ഇതിലെല്ലാം തന്നെ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയുണ്ടായിട്ടുണ്ട്. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ, അതിൻ്റെ ഭാഗമായി വ്യവസായ മൂലധനം കൂടുതൽ ആകർഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെല്ലാം കിഫ്ബി നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്തുലമാണ്. റബ്ബർ പാർക്കിൻ്റെ കാര്യത്തിലും അതുപോലെ KPPLൻ്റെ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിക്കുന്ന ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.